ഇതൊക്കെ പറയാനായിട്ട് എന്നെ പറഞ്ഞു വിട്ടു അനുമോള്. നമ്മുടെ ബിഗ് ബോസിനകത്ത് നമ്മുടെ അനുമോളും അനീഷും തമ്മിലുള്ള പ്രണയമുണ്ടല്ലോ. അനീഷിന് അനുമോളോട് തോന്നിയ ഇഷ്ടത്തെ കുറിച്ച് നമ്മുടെ ലാലേട്ടൻ ചോദിച്ച എപ്പിസോഡ് ഉണ്ടല്ലോ, അന്നത്തെ ദിവസം രാത്രിയിലുണ്ടല്ലോ ഒരു സീൻ നടക്കുന്നുണ്ട്. നമ്മുടെ ആരാ നിവിനാണെങ്കിൽ ഇതിനിടയിൽ കളിക്കുന്നുണ്ട്. കളി എന്ന് വെച്ച് കഴിഞ്ഞാല് അനുമോളും പിന്നെ ആദിലയും നൂറയും കൂടെ അനീഷേട്ടനോട് ഇക്കാര്യം തുറന്നു പറയാനും, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെയൊന്നുമില്ല, എനിക്കൊരു ചേട്ടനെ പോലെയാണ്, എന്നാൽ ഒരു ബ്രദറിനെ പോലെയാണെന്നുള്ള കാര്യം തുറന്നു പറയാനെന്ന് അനുമോളോട് നമ്മുടെ ആദിലയും നൂറയും പറയുന്നുണ്ട്. പക്ഷേ ഇക്കാര്യം അനുമോൾക്ക് പറയാൻ മടി. അങ്ങനെ നമ്മുടെ നിവിനെ ഏൽപ്പിക്കുന്നത്. നിവിനാണെങ്കിൽ അവിടെ ചെന്നിട്ട് അനീഷേട്ടനോട് പറയുന്നുണ്ട്. അനീഷും ഷാനവാസും കൂടെ അവിടെ വെളിയിൽ ആകാശത്ത് നോക്കി കിടക്കുകയാണ്. അപ്പൊ പറയുന്നുണ്ട്, അനീഷേട്ടാ അനുമോൾ ഇന്നത് പറഞ്ഞ്, അനീഷേട്ടൻ എനിക്ക് പിറക്കാതെ പോയ ചേട്ടനാണ്, അനിയനാണ്, കൊച്ചച്ഛനാണെന്ന് പറഞ്ഞ്, അതുകൊണ്ട് അനീഷേട്ടൻ ഗെയിമിലാവൊന്നും ബാധിക്കരുതെന്ന് അനുമോൾ പറഞ്ഞതായിട്ട് നമ്മുടെ നിവിൻ അനീഷിനോട് പറയുന്നുണ്ട്. അപ്പൊ അനീഷ് പിന്നെ ഷാനവാസ് പറയുന്നത്, നീ ഇതിലൊന്നും ഇടപെടണ്ട, ഞങ്ങൾ വേറെ കാര്യം തീരുമാനിച്ചിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് അനുമോളുടെ വീട്ടിൽ ചെന്ന് ചോദിക്കുകയൊക്കെ ചെയ്യുന്നതെന്ന് നമ്മുടെ ഈ ഷാനവാസ് പറയുന്നുണ്ട്. അതൊന്നും എപ്പിസോഡിൽ വന്നിട്ടില്ല. എന്നിട്ട് നമ്മുടെ നിവിൻ പറയുന്നുണ്ട്, അനീഷേട്ടൻ വേറെ പെണ്ണുങ്ങളെ കിട്ടും, നല്ല അടിപൊളി പെണ്ണിനെ കിട്ടും, ഇവളെ ആർക്ക് വേണം, അനീഷേട്ടൻ വേറെ പെണ്ണിനെ കിട്ടും, അടുത്ത വർഷം ഇതേ സമയമാകുമ്പോൾ ഒരു കുഞ്ഞിക്കാലം എനിക്ക് കാണും, അതുകൊണ്ട് അനീഷേട്ടൻ എന്നെ എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണം, ഞാൻ അതിന് തലതൊട്ടപ്പനാകും, എൻ്റെ അനിയത്തി എൻ്റെ തലതൊട്ടപ്പനാകും എന്ന് നമ്മുടെ നിവിൻ പറയുന്നുണ്ട്. ആ ഒരു രംഗം നമ്മൾ ബിഗ് ബോസിനകത്ത് കാണിക്കുന്നില്ല കേട്ടോ പിറ്റേ ദിവസം. കാരണം എന്ന് വെച്ചാൽ ഈ വിഷയത്തെ അനുമോൾക്ക് ഹേർട്ട് ചെയ്തു, അന്ന് ലാലേട്ടൻ വന്ന സമയത്ത് അനുമോൾക്ക് ഹേർട്ട് ചെയ്യുന്നു എന്ന് ബിഗ് ബോസിന് മനസ്സിലായതിനു ശേഷം ബിഗ് ബോസ് അത് ഒഴിവാക്കുന്നുണ്ട്. അതേക്കുറിച്ച് കൂടുതൽ സീനുകളൊന്നും പിന്നെ കാണിച്ചിട്ടില്ല. പക്ഷെ അന്നത്തെ രാത്രിയില് നിവിൻ ഈ ഒരു കാര്യം പറയുമ്പോൾ നമ്മുടെ ആദിലും നൂറയും അനുമോളെ വഴക്ക് പറയുന്നുണ്ട്. എന്തിനാണ് നിവിനെ അത് ഏൽപ്പിച്ചത്, നിവിൻ ചെന്ന് കുളവാക്കിയിട്ടുണ്ടെന്ന് പറയുന്നത്. ശരിയാണ്, അത് ചെന്ന് കുളവാക്കി മൊത്തം കൊളാബറേഷൻ ആക്കുന്നുണ്ട്. അന്ന് രാത്രിയില് നമ്മുടെ അനീഷേട്ടൻ്റെ കയ്യിൽ നിന്ന് നിവിന് നല്ല വഴക്കം കിട്ടുന്നുണ്ട്. നിവിനോട് പറയുന്നത്, നിവിന്റെ കാര്യം തിരക്കാതെ എന്റെ കാര്യമൊന്നും നിവിൻ തിരക്കണ്ടാന്ന്.